എല്ലാവരും വന്നോ? നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ബോർഡറായ എറണാകുളം ജില്ലയുടെ ഭാഗമായ മാമലക്കണ്ടത്താണ് നിൽക്കുന്നത്. മാമലക്കണ്ടത്തിന്റെ പ്രത്യേകത കോട്ടയംകാരായ നിങ്ങളോട് പറയാം, കോട്ടയംകാർ വെട്ടിയെടുത്ത സ്ഥലമാണ് മാമലക്കണ്ടം. കോട്ടയംകാരാണ് മാമലക്കണ്ടം ആദ്യത്തെ ആളുകൾ. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മാമലക്കണ്ടത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആയ മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ മുനിപ്പാറയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ആ ഒരു കിഴക്കൻ ഡയറക്ഷനിലാണ് മധുര. അവിടുന്ന് രാജഭരണ കാലഘട്ടത്തിൽ കൊച്ചിയിലേക്കും തൃശ്ശൂർ രാജകൊട്ടാരത്തിലേക്കും തിരിച്ചങ്ങോട്ടും ഈ പശ്ചിമഘട്ടത്തിലൂടെ സ്വാമിമാര് നടന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ വെസ്റ്റേൺ ഗട്ട്സിൽ പല സ്ഥലത്ത് ഇങ്ങനെ സേഫ് സോണുകൾ, ഇങ്ങനെ വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. ഒരു ഡേ ടൈമിൽ ഒരാൾക്ക് നടക്കാവുന്ന ദൂരപരിധി ഇട്ടിട്ട് ഉള്ള ഈ വഴിയമ്പലങ്ങൾ പണിത്. ഇത് 90കളുടെ കാലഘട്ടം വരെ ഒരു വലിയ ആലിൻ്റെ ചുവട്ടിൽ ഒറ്റ പാറയുടെ അടിയിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ള 3 റൂമായിരുന്നു. നടുക്കത്തെ പൂജാമുറിയായിരുന്നു. ഇപ്പോൾ ഇത് ആദിവാസികളുടെ അമ്പലമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർ വേനൽ മഴ താമസിക്കുന്ന സമയത്ത് കാട്ടിൽ നിന്ന് വന്ന് കല്ലും പുല്ലും ഒക്കെ വെച്ച് പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ആരോടും പൈസയൊന്നും മേടിക്കാറില്ല. അങ്ങനെ ആ ഒരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടും അവരുടെ ഒരു ആരാധന നിൽക്കുന്നതുകൊണ്ടുമാണ് നമ്മളെ വനംവകുപ്പുകാർ ഇങ്ങോട്ട് കയറ്റിവിടുന്നത്. അല്ലെങ്കിൽ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ KSRTCക്ക് വരുമ്പോൾ അതിൻ്റെതായ സമയപരിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാമലക്കണ്ടം ഒരു ദിവസത്തിൽ ഒരു 4 മണിക്കൂറോളം മാമലക്കണ്ടം കാണാനുള്ള സ്ഥലമുണ്ട്. ഏറ്റവും വലിയ ഓഫ് റോഡ് എന്ന് പറയുന്നത് ആ കാണുന്ന കൊയിനിപ്പാറയാണ്. അത് ഏതാണ്ട് 3800 അടി 4000 അടി ഹൈറ്റിൽ കയറും. ജീപ്പ് ഏത് ഫാമിലിക്കും യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഡ്രൈവ് ചെയ്യുള്ളൂ. ഒരു ജീപ്പിൽ 7 പേര് വരെയാണ് പോരാവുന്നത്. ഇവിടെ കൊയിനിപ്പാറ, മുനിപ്പാറ, ഗവൺമെൻറ് സ്കൂള്, ഉരുളിക്കുഴി വാട്ടർഫാൾസ്, അങ്ങനെ നിരവധിയായ വ്യൂ പോയിന്റുകൾ നമ്മളൊരു 7 പേരെ വരെ ഒരു വണ്ടിയിൽ ചെയ്തിട്ടാണ് നമ്മൾ പാക്കേജ് ചെയ്യണേ. ഇവിടെ നിരവധി ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം മാമലക്കണ്ടത്തേക്കായിട്ട് തന്നെ വരിക, മാമലക്കണ്ടത്ത് താമസിക്കുക, ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏകദേശം സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, മൂന്നാർ അവിടെയാണ്, തേക്കടി, വാഗമണ്ണൊക്കെ ആ ഭാഗത്തായിട്ട് വരും, എറണാകുളം അവിടെയായിട്ട് വരും, തൃശ്ശൂർ, ചാലക്കുടി, അതിരപ്പള്ളി, വാഴച്ചാല്, വാൽപ്പാറ, മലക്കപ്പാറ, മൂന്നാർ അവിടെയും എറണാകുളം അവിടെയാണ് കാണുന്നത്. കോട്ടയൊക്കെ ആ ഭാഗത്തായിട്ട് വരും. നമ്മൾ നിൽക്കുന്ന ഏറെക്കുറെ പശ്ചിമഘട്ടത്തിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ് മാമലക്കണ്ടം. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഈ ദക്ഷിണ മേഖലയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആനയുടെ ഡെൻസിറ്റി ഉള്ള കാടിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് മാമലക്കണ്ടം. അതായത് നമുക്കിപ്പോൾ അങ്ങ് തൃശ്ശൂർ ചിമ്മിനി ഡാമിന്റെ ആ ഭാഗം മുതൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചാലക്കുടി, അതിരപ്പള്ളി, വാഴച്ചാല്, വാൽപ്പാറ, മലക്കപ്പാറ, ആനക്കുളം, മാങ്കളം, മൂന്നാർ, മറയൂർ, തേക്കടി, ഇങ്ങനെ വന്ന് വാഗമണ്ണ് വരെയുള്ള വനങ്ങളുണ്ട്. ഈ വനം അങ്ങ് ഗുജറാത്ത് വരെ കണക്റ്റഡ് ആണ്, ഏതെങ്കിലും ഒക്കെ സംസ്ഥാനത്തിലൂടെ ഏതെങ്കിലും ഒരു പീസായിട്ടൊക്കെ. അപ്പോൾ മാമലക്കണ്ടത്തേക്ക് ഇപ്പോൾ ഈ നമ്മൾ ഈ മുനിപ്പാറയുടെ വ്യൂ പോയിന്റ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട്